ജർമ്മൻ ചാൻസലറിന്റെ ഇന്ത്യ സന്ദർശനവും ഫ്രാൻസിൽ നിന്ന് 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ പുതിയ തീരുമാനം കൂടി വന്നതോടെ ലോകത്തെ വിവിധ രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. വിശേഷിച്ച് ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ പുതിയ സ്ട്രാറ്റജി ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുകയാണ്. എന്ന് വെച്ചാൽ ചൈനയും പാകിസ്ഥാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ കൂടുതൽ ശക്തമായി മാറുന്നു എന്ന് തോന്നുകയാണ്. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ വളർച്ചയെ വല്ലാതെ ഭയപ്പെടുന്നത്? അതിന് വളരെ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് ചൈന തന്നെയാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ എതിരാളിയായിട്ട് ചൈന എല്ലാ മേഖലയിലുമുണ്ട്. ഡിഫൻസ് രംഗത്തുണ്ട്, ട്രേഡിലുണ്ട്, മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇന്ത്യയുമായിട്ട് ചൈന മത്സരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ജനസംഖ്യയുടെ കാര്യത്തിൽ പോലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരമുണ്ട്. ഭാവിയിൽ പല മേഖലകളിലും നമുക്ക് ചൈനയെ മറികടക്കാൻ സാധിക്കും. നമ്മൾ ജനസംഖ്യയിൽ മറികടന്നതിനെ ആരും വില കുറച്ച് കാണേണ്ടതില്ല. ചൈന ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ജീവിക്കുന്ന രാജ്യമെന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സ്ഥാനം ഇന്ന് ചൈനയ്ക്കില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഇന്ന് ഇന്ത്യയാണ്. വലിപ്പം ഞാൻ ഏരിയയുടെ ബേസിലല്ല പറഞ്ഞത്, ജനങ്ങളുടെ എണ്ണത്തിന്റെ ബേസിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ചെറുപ്പക്കാരുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. സോ ആ ഇന്ത്യ എങ്ങനെയാണ് ചൈനയെ മറികടക്കാനായിട്ട് ഒരു ബദൽ മാർഗം ഉണ്ടാക്കിയിരിക്കുന്നത്? ചൈനയുടെ ഈ ടെക്നോളജി രംഗത്തെ വളർച്ച എവിടെ നിന്നുണ്ടായി എന്നത് മനസ്സിലായെങ്കിൽ മാത്രമേ ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ മറികടക്കാനായിട്ട് അതിനേക്കാൾ മികച്ചൊരു പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയനും അമേരിക്കയും വളരെ ശക്തമായിരുന്നു. ആ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് ചൈന ജന്മം കൊള്ളുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ സ്വാഭാവികമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായതുകൊണ്ട് തന്നെ ചൈനയോട് അടുത്ത് നിൽക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോവിയറ്റ് യൂണിയനുമായിട്ട് അതിർത്തിയും ചൈന പങ്കിടുന്നുണ്ട്. 1950കളിലും 60കളിലും ചൈനയിൽ ആദ്യത്തെ ഫാക്ടറികൾ സ്ഥാപിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനാണ് ചൈനയെ ടെക്നോളജി രംഗത്തേക്ക് കൈപിടിച്ചുയർത്തുന്നത്. എയർക്രാഫ്റ്റ് ഫാക്ടറികൾ, ടാങ്കിന്റെ പ്ലാന്റുകൾ, മിസൈൽ പ്രോഗ്രാമുകൾ, ആണവ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ചൈനയിൽ ഉണ്ടാക്കിയത് സോവിയറ്റ് യൂണിയനാണ്. ചൈനക്കാർ അന്ന് കൊടും ദാരിദ്ര്യത്തിലായിരുന്നു. അതായത് ഇന്ത്യയും ചൈനയും ഒക്കെ ഒരേ ലെവലിൽ നിൽക്കുന്ന സമയം. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായതുകൊണ്ടും സോവിയറ്റ് യൂണിയനുമായിട്ട് വലിയ അതിർത്തി പങ്കിടുന്നത് കൊണ്ടും ചൈനയുമായിട്ട് സഹകരിക്കാൻ സോവിയറ്റ് യൂണിയന് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ചൈനയുമായി സഹകരിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചൈനീസ് എഞ്ചിനീയർമാർക്കും സയന്റിസ്റ്റുകൾക്കുമൊക്കെ ആദ്യകാലങ്ങളിൽ പരിശീലനം കൊടുത്തത് പോലും സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ ആവശ്യമായ പല ആയുധങ്ങളും നിർമ്മിച്ചിരുന്നത് ചൈനയിലായിരുന്നു. ഇതിൽ പലതിൻ്റെയും പ്രൊഡക്ഷൻ ലൈൻസ്, അതായത് എൻറ്റയർ പ്രൊഡക്ഷൻ ലൈൻസ് ചൈനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് അന്ന് സോവിയറ്റ് യൂണിയൻ ചൈനയിൽ ഈ ഒരു ടെക്നോളജി ഉൽപാദനം എന്ന വിപ്ലവത്തിന് തുടക്കമിടുന്നത്. സോവിയറ്റ് യൂണിയന്റെ പ്രധാന വിമാനങ്ങളായിരുന്ന മിഗ് വിമാനങ്ങളിൽ പലതും ചൈനയിലായിരുന്നു ഒരു ഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നത്. ഇവയാണ് പിന്നീട് J6, J7 എന്നീ പേരുകളിൽ പേര് മാറ്റിക്കൊണ്ട് ചൈന അവരുടേതായിട്ടൊക്കെ പുറത്തിറക്കുന്നത്. ആദ്യകാലങ്ങളിലെ ടാങ്കുകളെല്ലാം തന്നെ സോവിയറ്റ് യൂണിയൻ ചൈനയിൽ നിർമ്മിച്ചിരുന്നു. ഇവയും പിന്നീട് പല പേരുകളിൽ ചൈന പുറത്തിറക്കി. ചൈനയുടെ ടെക്നോളജി രംഗത്തെ വളർച്ചയിൽ അത് സകല മേഖലകളിലും സോവിയറ്റ് കരസ്പർശം നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇന്ത്യയുടെ ടെക്നോളജി രംഗത്തും നമുക്ക് സോവിയറ്റ് റഷ്യൻ കരസ്പർശം കാണാൻ കഴിയുമെങ്കിലും ചൈനയുടെ കാര്യത്തിൽ അത് വളരെ ഉയരത്തിലാണ്. സകല മേഖലകളിലും ഈ സോവിയറ്റ് ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. ചൈനയുടെ അച്ചടക്കത്തിൽ പോലും അത് വ്യക്തമാണ്. ചൈനയ്ക്ക് പ്രധാനമായിട്ട് വന്ന ടെക്നോളജി ആശ്രയം ഉണ്ടായിരുന്നത് റഷ്യയുടെ അടുത്തുനിന്ന് മാത്രമാണ്, അല്ലെങ്കിൽ സോവിയറ്റിന്റെ അടുത്തുനിന്ന് മാത്രമാണ്. യൂറോപ്പും അമേരിക്കയും ആ കാര്യത്തിൽ, ഡിഫൻസ് ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈനയുടെ മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചിരുന്നു. ഇസ്രയേലിന്റെ സിസ്റ്റംസിന്റെ ടെക്നോളജികൾ മോഷ്ടിച്ചതും അല്ലെങ്കിൽ വെസ്റ്റേൺ ടെക്നോളജികൾ ചിലതൊക്കെ കോപ്പി അടിച്ചതുമൊക്കെയാണ് ചൈനയെ പിന്നീട് നിലനിർത്തിയത്. പക്ഷെ ആ തുടക്കം ഗംഭീരമായി എന്ന് തന്നെ പറയാം. പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയനുമായിട്ട് തെറ്റി ചൈന സ്ട്രാറ്റജി മാറ്റി US-ഉമായിട്ടും വെസ്റ്റുമായിട്ടും അടുത്തതോടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ തുടങ്ങി ചൈന. ഈ കാലത്ത് ചൈനയിൽ ടെക്നോളജി രംഗത്തും പതിയെ വളർച്ച ഉണ്ടാകാൻ തുടങ്ങി. മാത്രമല്ല, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ പല പല രാജ്യങ്ങളായിട്ട് സോവിയറ്റ് യൂണിയൻ മാറിയപ്പോഴും അതിന്റെ വലിയ അഡ്വാൻറ്റേജ് സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങളിലടക്കം ചൈന നേടുകയുണ്ടായി. റഷ്യയുടെ അടുത്ത് നിന്ന് പോലും റഷ്യയുടെ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് നിരവധി അതിനൂതനമായ അക്കാലത്തെ സാങ്കേതിക വിദ്യകൾ, വിശേഷിച്ച് ആയുധ നിർമ്മാണത്തിലെ ക്രിട്ടിക്കൽ ടെക്നോളജീസ് നേടിയെടുക്കുന്നതിൽ ചൈന വിരുത് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, പലതും പിന്നീട് അവരുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് ചൈനയുടെ ഇന്നത്തെ ആകെ ഒരു ഡിഫൻസ് ടെക്നോളജി എടുത്താൽ അതിനകത്ത് നമുക്ക് ഒരു സോവിയറ്റ് റഷ്യൻ ഒരു ടച്ച് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല.
ഇന്ത്യ ഡിഫൻസ് എക്യുപ്മെന്റ്സ് നേരത്തെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് 60-70% വരെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയിൽ നിന്നായിരുന്നുവെങ്കിലും നരേന്ദ്രമോദി വന്നതോടെ ഇന്ത്യയുടെ ഡിഫൻസ് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. റഷ്യയെ മാത്രം ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി വളരെ വിദഗ്ധമായ ഒരു പുതിയ സ്ട്രാറ്റജിയാണ് ഇന്ത്യയിൽ രൂപപ്പെടുത്തിയെടുത്തത്. ആ സ്ട്രാറ്റജിയാണ് ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്. ഒരുപക്ഷെ ചൈനയെ പോലും ഭയപ്പെടുത്തുന്ന ഒരു സ്ട്രാറ്റജി. ഇന്ത്യയുടേതെന്ന് പറയുന്നത് മൾട്ടി സോഴ്സ് ടെക്നോളജി അബ്സോർപ്ഷൻ പ്ലസ് ഒരു സ്വദേശിവൽക്കരണമായിട്ടുള്ള ഒരു മാതൃകയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യ പ്രധാനമായിട്ട് റഷ്യൻ ടെക്നോളജി, ഫ്രാൻസ് ടെക്നോളജി, ജർമ്മൻ ടെക്നോളജി, US ടെക്നോളജി, ഇസ്രായേൽ ടെക്നോളജി, ജപ്പാൻ ടെക്നോളജി എന്നിവ പ്രധാനമായിട്ട് ഉപയോഗിക്കുകയും അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ഒരു സ്വദേശ ടെക്നോളജിയുടെ വളർച്ച ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡിഫൻസ് ഒരു ക്യാപ്പബിലിറ്റിയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ കണ്ടതും അതാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഒരു ഡ്രോണുകളോ മിസൈലുകളോ ഇന്ത്യയുടെ മണ്ണിൽ പതിക്കാതെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞത്. ഇവിടെ വളരെ വിദഗ്ധമായ ഒരു സ്ട്രാറ്റജി ഇന്ത്യ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നോ പറയേണ്ട സമയങ്ങളിൽ നോ പറയാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അതായത് ഇപ്പോൾ റഷ്യ Su-57 നമുക്ക് ഓഫർ ചെയ്തു, നമ്മൾ ഇതുവരെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മുഴുവൻ ടെക്നോളജി ട്രാൻസ്ഫർ ഓഫർ ചെയ്തു, നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, നോയാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ. അതുപോലെ തന്നെയാണ് F-35 ട്രംപ് നമുക്ക് ഓഫർ ചെയ്തു, നമ്മൾ എസ് പറഞ്ഞിട്ടില്ല, നോയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പകരം നമ്മളിപ്പോൾ ചൂസ് ചെയ്തത് 114 റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ ഇവിടെ ഇന്ത്യക്ക് ആവശ്യമുള്ളത് ഇന്ത്യ വാങ്ങുന്നു, ഇന്ത്യക്ക് നിർമ്മിക്കാൻ കഴിയുന്നത് ഇന്ത്യ നിർമ്മിക്കുന്നു. മറ്റ് ചില ആയുധങ്ങൾ ഇന്ത്യ ഒന്നിച്ച് സഹകരണത്തോടെ നിർമ്മിക്കുന്നു. ഉദാഹരണത്തിന് ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും ചേർന്നുകൊണ്ടാണ് നിർമ്മിച്ചത്. ബരാക് 8 എന്ന് പറയുന്ന മിസൈല് ഇന്ത്യയും ഇസ്രായേലും ചേർന്നുകൊണ്ടാണ് നിർമ്മിച്ചത്. അതേസമയത്ത് അഗ്നി മിസൈലുകൾ ഇന്ത്യ സ്വന്തമായിട്ടാണ് വികസിപ്പിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ അഗ്നി സീരീസിൽ പെടുന്ന എല്ലാ മിസൈലുകളും, അഗ്നി 6 അടക്കമുള്ള മിസൈലുകൾ, K സീരീസിൽ പെടുന്ന K-15 അല്ലെങ്കിൽ K-4, K-5, K-6 ഒക്കെ ഇന്ത്യ തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തേജസ് ഫൈറ്റർ ആയിക്കോട്ടെ, ആകാശ് മിസൈൽ ആയിക്കോട്ടെ, അസ്ത്ര ആയിക്കോട്ടെ, അർജുൻ ടാങ്ക് ആയിക്കോട്ടെ, പിനാക റോക്കറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇന്ത്യ തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത്. അതേസമയം തന്നെ S-400 നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മൾ അമേരിക്കയുടെ അടുത്ത് നിന്ന് ചിനൂക്ക് ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പാച്ചെ AH-64E എന്ന് പറയുന്ന അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങിയിട്ടുണ്ട്. C-17 ഗ്ലോബ് മാസ്റ്റർ 3 എന്ന് പറയുന്ന വിമാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. C-130J എന്ന് പറയുന്ന സൂപ്പർ ഹെർക്കുലീസ് വിമാനം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സോ ഇത്തരത്തിൽ അമേരിക്കൻ ആയുധങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ അടുത്ത് നിന്ന് നമ്മൾ ഡ്രോണുകൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇസ്രായേലിന്റെ അടുത്ത് നിന്ന് ഡ്രോണുകൾ വാങ്ങിയിട്ടുണ്ട്. എയർ ഡിഫൻസ് സിസ്റ്റംസ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ സെൻസറുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഫ്രാൻസിന്റെ അടുത്ത് നിന്ന് നമ്മൾ റഫേൽ വാങ്ങിയിട്ടുണ്ട്. മിറാഷ് വളരെ മുമ്പ് വാങ്ങിയിട്ടുണ്ട്. മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായിട്ട് ആയുധ ഇടപാടുകൾ നടത്തുകയാണ്. ഇന്ത്യക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ, ബെസ്റ്റ് ആയിട്ടുള്ള ആയുധങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നു. അതിന് പുറമെ തദ്ദേശീയമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫ്രാൻസുമായിട്ട് ചേർന്നിട്ട് സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ് നമ്മൾ നിർമ്മിക്കുകയാണ്. എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ വന്നു. നമ്മൾ ജർമ്മനിയുമായിട്ട് ചേർന്നിട്ട് മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാൻ പോവാണ്. മുങ്ങിക്കപ്പൽ ടെക്നോളജിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ജർമ്മനി. സോ ആ മുങ്ങിക്കപ്പൽ നമ്മൾ എവിടെയാണ് നിർമ്മിക്കാൻ പോകുന്നത്? ഇന്ത്യയിലാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ നിന്ന് ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ 114 നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു. അതിൽ 90 നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. മുഴുവനും ഇന്ത്യയിൽ നിർമ്മിക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ ഇന്ത്യയിൽ മുഴുവൻ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ കുറച്ച് കാലതാമസം വരും. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് വിമാനങ്ങൾ നമ്മൾ ഫ്രാൻസിൽ തന്നെ നിർമ്മിച്ച് കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയും ബാക്കിയുള്ളവ ഇന്ത്യയിൽ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ടാറ്റയുമായിട്ട് ചേർന്നുകൊണ്ടാണ് ആ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്പിന് വയസ്സായി, ജപ്പാന് വയസ്സായി. കാരണം ഇവിടെയൊക്കെ യുവാക്കളുടെ എണ്ണം കുറവാണ്. പുതിയ കുട്ടികൾ ജനിക്കുന്നത് എണ്ണം വളരെ കുറവാണ്. വൃദ്ധരായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഇപ്പോ ലോകം മുഴുവൻ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഏഷ്യയിലാണ്. ആ ഫ്യൂച്ചറിൽ നിലവിൽ അത് ലീഡ് ചെയ്യുന്നത് ചൈനയാണെങ്കിലും ഭാവിയിൽ അത് ലീഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കും. ഒരുപക്ഷെ ഒരു ചൈനീസ് മോഡലോ ഒരു ജാപ്പനീസ് മോഡലോ ഒരു അമേരിക്കൻ മോഡലോ ഒന്നും ആയിരിക്കില്ല ഇന്ത്യയുടേത്. ഇന്ത്യയുടേത് ഒരു ഡിഫറെന്റ് മോഡൽ ആയിരിക്കാം.
പക്ഷേ ഇന്ത്യയുടെ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ പരമാധികാരം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. എന്ന് വെച്ചാൽ രാജ്യത്തിന് ദോഷം വരുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുകയാണ്. ഈ ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയിലൊക്കെ യൂറോപ്പ് വളരെ മുമ്പിലാണ് എന്തൊക്കെ പറഞ്ഞാലും. സോ അത് ഭയങ്കര അഡ്വാൻറ്റേജ് തരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു അധിനിവേശ ശക്തിയുമല്ല. ഇപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് പിടിച്ചെടുത്തുകൂടെ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഇന്ത്യക്ക് പിടിച്ചുകൂടെ, അല്ലെങ്കിൽ നമ്മുടെ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്തുകൂടെ എന്നൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. ഇന്ത്യ വിചാരിച്ചാൽ അത് നടക്കാത്ത കാര്യമാണോ? ഉറപ്പായിട്ടും നടക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർ ഉറപ്പായിട്ടും മരണപ്പെടും. ഇന്ത്യയുടെ മുമ്പിലേക്ക് പട്ടാളക്കാരെ ആയിരിക്കില്ല അവർ ആദ്യം പറഞ്ഞു വിടുന്നത്, സാധാരണ മനുഷ്യരെ ആയിരിക്കും. ഒരുപാട് പേര്, കാരണം ഈ മനുഷ്യ കവചം ഒരുക്കിക്കൊണ്ടുള്ള യുദ്ധങ്ങളായിരിക്കും പാകിസ്ഥാനും അതുപോലെ ഈ ബംഗ്ലാദേശും ഒക്കെ നടത്തുക. അത് നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ അവരുടെ പാസഞ്ചർ വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ഇന്ത്യയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു വിട്ടു. അതെങ്ങാനും ഇതിൽ കൊണ്ടിരുന്നെങ്കിൽ നമ്മൾ മനുഷ്യഹത്യ നടത്തി, നരഹത്യ നടത്തി, കുട്ടികളെയും സ്ത്രീകളെയും അടക്കം കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വരാൻ വേണ്ടിയിട്ട് അവരൊരു കളി കളിച്ചതാണ്. ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയത് എന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ അവർ ചെയ്യും. അപ്പം നമ്മളപ്പോ ഒരു മോശം രാജ്യമാണ്. ഇന്നിപ്പോ ഇസ്രായേൽ എല്ലാവരുടെ മുമ്പിൽ ഒരു ക്രൂരനായ ഒരു രാജ്യമാണ്. പക്ഷേ ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് വന്ന പശ്ചാത്തലം എല്ലാവരും മറക്കുകയും ചെയ്തു. അപ്പൊ ഇത് നാളെ നമുക്ക് സംഭവിക്കാം. നമ്മളെ രാജ്യത്തൊരു ഭീകരാക്രമണം നടത്തിയിട്ട് നമ്മൾ തിരിച്ചൊരു വലിയ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കൊല്ലപ്പെട്ടതിന്റെ ചിലപ്പോൾ 100 മടങ്ങ് ആളുകൾ മറുഭാഗത്ത് കൊല്ലപ്പെടും. അപ്പൊ നമ്മൾ അവിടെ കുറ്റവാളിയായിട്ട് മാറും. ഇതിന്റെ തുടക്കം എവിടെ നിന്നാണെന്നുള്ളതൊന്നും ആരും ഓർക്കില്ല. അപ്പൊ ഇന്ത്യ അതുകൊണ്ടാണ് ക്ഷമയുടെ അങ്ങേയറ്റം ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഇന്ത്യ വിചാരിച്ചാൽ പാകിസ്ഥാനെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെയോ ഒന്നും പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് അല്ല. ഇന്ത്യക്ക് അത് സാധിക്കും. പക്ഷെ നമ്മളൊരു അധിനിവേശ ശക്തി ആകാതെ നിലവിൽ നമ്മൾ ഒരു സമാധാനം കാംക്ഷിക്കുന്ന രാജ്യമായിട്ട് നിൽക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി തോന്നുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നേടാനുണ്ട്. അതിന് നിലവിൽ പല മേഖലകളിലും നമ്മളെക്കാൾ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് സൗഹൃദം നമുക്ക് ആവശ്യമാണ്. പല ടെക്നോളജിയിലും എല്ലാത്തിലും ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഫ്രാൻസ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ, അത് നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കാൾ മുന്നിലാണ്. അവരുമായിട്ടുള്ള സൗഹൃദം നമുക്ക് വളരെ പ്രധാനമാണ്. ജർമ്മനി മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ വളരെ മികച്ച രാജ്യമാണ്. അതുപോലെ പല ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവർ വളരെ മുന്നിലാണ്. സോ അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് വളരെ പ്രധാനമാണ്. അമേരിക്ക വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ്. റഷ്യ, ഇവരെ ഒന്നും നമുക്കിപ്പോൾ പിണക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ വളരെ ശാന്തമായിട്ട് സൗഹൃദമായിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നതാണ്. അപ്പൊ ഇന്ത്യക്ക് ടെക്നോളജി കൈമാറുന്നത് കൊണ്ടോ ആയുധങ്ങൾ വിൽക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ഒരു ഭീതി ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ചൈനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ചൈന ലോകം മൊത്തം ഭീതി ഉണ്ടാക്കുന്നു എന്ന് പറയാം. ഉത്തര കൊറിയയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യ വളരെ പാവപ്പെട്ട രാജ്യം. ആ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് ഗോളുകൾ ചിലപ്പോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഒരുപാട് അഗ്രസീവ് ആകാതെ വളരെ കെയർഫുൾ ആയിട്ട് രാജ്യത്തെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ രക്തം തിളച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വൈകാരികമായി പ്രതികരിച്ചത് കൊണ്ടോ കാര്യമില്ല. രാജ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോളിസിയുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഈ സൈലന്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ഒരു ഇടപെടൽ പോലും ശത്രുക്കളെ ഭയപ്പെടുത്തുകയാണ്. ഇപ്പൊ നോക്കൂ, ഇന്ത്യ വളരെ ശാന്തമായിട്ട് ഡീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യങ്ങൾ പാകിസ്ഥാൻ ഇതുപോലെ ടെക്നോളജി കൊടുക്കൂ? ചൈന പോലും കൊടുക്കില്ല. ചൈന നിർമ്മിച്ചു കൊടുക്കും, പാകിസ്ഥാന്റെ പതാക ഒട്ടിച്ച് വിറ്റോളാൻ പറയും, പക്ഷെ ടെക്നോളജി കൊടുക്കില്ല. അവിടെയാണ് വ്യത്യാസം. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മികച്ചൊരു സ്ട്രാറ്റജിയാണ് ഡിഫൻസിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. കാരണം തദ്ദേശീയമായിട്ട് നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്, മികച്ച രാജ്യങ്ങളുമായിട്ട് വെറുതെ വാങ്ങുകയല്ലെന്നേ, ആ രാജ്യങ്ങളുമായിട്ട് ടെക്നോളജി കൈമാറ്റവും ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ നിർമ്മാണം നടക്കുന്നത് ഇന്ത്യയിലാണ്. അത് ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവ സമ്പത്ത് കൊടുക്കും. അപ്പൊ ഇന്ത്യക്ക് ഭാവിയിൽ ഇന്ത്യയിലെ എഞ്ചിനീയർമാർക്ക് ഇതുപോലെയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് കൈവരുന്നത്. ഇവിടെയാണ് ചൈനയ്ക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ, തുടക്കകാലത്ത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യ മറ്റുള്ളവരിൽ നിന്ന് ടെക്നോളജി അബ്സോർബും ചെയ്യുന്നുണ്ട്, തദ്ദേശീയമായിട്ട് ഡെവലപ്പും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയുടെ പുരോഗതി നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.